തൃശൂർ ചാലക്കുടി നഗരത്തിൽ പുലി ഇറങ്ങിയതോടെ ആശങ്കയിലാണ് പ്രദേശവാസികൾ. സൗത്ത് ജംഗ്ഷനിൽ നിന്ന് 150 മീറ്റർ മാറി ബസ് സ്റ്റാൻഡിനടുത്ത് കണ്ണമ്പുഴ അമ്പലം റോഡിലെ വീട്ടുവളപ്പിലാണ് പുലിയെ കണ്ടത്. മേഖലയിൽ വനംവകുപ്പിന്റെ പരിശോധന തുടരുകയാണ്. ജെയ്സൺ ചാമോളപ്പിലിന്റെ റിപ്പോർട്ട്. ചാലക്കുടി നഗരത്തിൽ നിന്ന്, അതായത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ഏകദേശം 150 മീറ്റർ മാത്രം അകലെയാണ് ഇപ്പോൾ പുലിയെ കണ്ടിരിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് പുലിയെ കണ്ട വീടിൻ്റെ ഭാഗത്താണ്. ഇപ്പോൾ ഇവിടുത്തെ കൗൺസിലറുണ്ട് ജോജു. എപ്പോഴാണ് സംഭവിക്കുന്നത്, എന്താണ് സംഭവിക്കുന്നത്? മാർച്ച് 24-ാം തീയതി രാവിലെ 4:50 ഈ CCTV ദൃശ്യത്തിൽ പതിഞ്ഞാട് കാണുന്നത്. ഇവരുടെ ഈ രണ്ട് വീട്ടുകാർ, അതായത് അയിനിക്കാട് മഠത്തിൽ രാമനാഥൻ ചേട്ടൻ്റെയും ശങ്കരൻ ചേട്ടൻ്റെയും അടുത്തടുത്തുള്ള വീടാണ്, ചേട്ടനിൻ്റെയും വീടാണ്. ഇവർ എന്നെ അറിയിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഫോറസ്റ്റിൽ DFOനെ അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്ന് അതോടൊപ്പം വനവകുപ്പ് ഉദ്യോഗസ്ഥർ എന്താ പ്രധാനമായിട്ട് ഇത് വേറെ ഏതെങ്കിലും മുന്നിൽ കണ്ടിട്ടുള്ള എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ പുലി, അങ്ങനെ എന്തെങ്കിലും? അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അരമണിക്കൂർ കഴിയുമ്പോൾ ഫോറസ്റ്റിൻ്റെ മറ്റു ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ എത്തിച്ചേരും. അവരും കൂടി വന്നതിന് ശേഷം മാത്രം ഇതിൻ്റെ മുഴുവൻ സ്വഭാവങ്ങളും കാര്യങ്ങളും ഇത് മുന്നേ കൊരട്ടിയിൽ കണ്ടിട്ടുള്ള പുലി തന്നെയാണോ എന്നൊക്കെ അവർക്ക് പറയാൻ പറ്റുള്ളൂ. 2 സർക്കാർ ഭൂമി കാട് പിടിച്ച് വളരെ പുലിക്കല്ല കഴിഞ്ഞാൽ എത്ര വലിയ മൃഗങ്ങളൊന്നും താമസിക്കാവുന്ന രീതിയിലുള്ള കാട് പിടിച്ച് കിടക്കുകയാണ്. ഇവരുടെ 50 മീറ്റർ നീങ്ങിയിട്ട് പോലീസ് ക്വാർട്ടേഴ്സിൻ്റെ സ്ഥലമുണ്ട്. ആ പോലീസ് ക്വാർട്ടേഴ്സിൻ്റെ സ്ഥലം മുഴുവൻ കാട് പിടിച്ച് കിടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഹൗസിംഗ് ബോർഡിൻ്റെ സ്ഥലമുണ്ട്. ഹൗസിംഗ് ബോർഡിൻ്റെ സ്ഥലവും കാട് പിടിച്ച് എന്ത് മൃഗങ്ങൾക്കും ഒളിച്ചിരിക്കാവുന്ന രീതിയിലുള്ള സ്ഥലം നിൽക്കുകയാണ്. രണ്ടും അടിയന്തരമായിട്ട് ക്ലീൻ ചെയ്യണമെന്നുള്ള ആവശ്യം ജനങ്ങളിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്. എവിടെ, എങ്ങനെ, ഏത് ഭാഗത്തു നിന്ന് പുലി വന്നതിനെ കുറിച്ച് യാതൊരു വ്യക്തതയുമില്ല. പക്ഷേ പുലിയെ CCTVയിൽ കണ്ടിരിക്കുന്നു. ഈ വീടിനോട് ചുറ്റും ഇവിടെ നിറയെ വീടുകളാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് ഏകദേശം 100 മീറ്റർ അപ്പുറത്ത് കടന്നാൽ 150 മീറ്റർ അപ്പുറത്ത് എത്തിയാൽ ബസ് സ്റ്റാൻഡാണ്. അതിനപ്പുറത്ത് ദേശീയപാത. അങ്ങനെ തുടങ്ങി വലിയ ജനസാന്ദ്രതയുള്ള ഈ പ്രദേശത്ത് എങ്ങനെ പുലി എത്തിയെന്നതാണ് ആശങ്കപ്പെടുന്നത്. വനവകുപ്പ് പറയുന്നത് കൊരട്ടിയിൽ കണ്ട പുലി തന്നെയാണ് ഇതെന്നാണ് പ്രാഥമികമായ നിഗമനം. ഏകദേശം 5-6 കിലോമീറ്റർ ദൂരമുണ്ട് ഇപ്പോൾ ചിറങ്ങരയിൽ നിന്നും ചാലക്കുടിയിലേക്ക്. ഇത്രയും ദൂരം ഏത് വഴിയിലൂടെ വന്നു എന്നതടക്കമുള്ള പരിശോധനയും വനവകുപ്പ് നടത്തുന്നുണ്ട്. മറ്റേതെങ്കിലും CCTVയിൽ ഈ പുലി പെട്ടിട്ടുണ്ടോ എന്നതും പരിശോധിക്കുന്നുണ്ട്. ഏതായാലും പൊതുവെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ്. ചാലക്കുടി നഗരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു എന്നത്. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ തൃശൂർ.